വെറും 25 വയസ്സ് മാത്രം പ്രായമുള്ള ഈ ചെറുപ്പക്കാരൻ ഇന്ന് മലയാള സിനിമയിൽ ഏറ്റവും അധികം ഗ്യാരണ്ടിയുള്ള നടന്മാരിൽ ഒരാളാണ്. ശരിക്കും ആരാണ് ഇദ്ദേഹം? എന്തുകൊണ്ടാണ് ഇദ്ദേഹത്തിന് ഇത്രയും വിജയ സാധ്യത ഉള്ളത്? പറഞ്ഞു വരുന്നത് നസ്ലൻ ഇബ്രാഹിമിനെ പറ്റിയിട്ടാണ്. ഇതൊക്കെ പറയും മുമ്പേ ഒരു കാര്യം കൂടി പറയട്ടെ. വെറും +2 മാത്രമാണ് നസ്ലന്റെ വിദ്യാഭ്യാസ യോഗ്യത. അതായത് അഭിനയം ഏതെങ്കിലും ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്നോ തിയേറ്ററിൽ നിന്നോ അദ്ദേഹം നേടിയെടുത്ത ഒരു സ്കിൽ അല്ല. വിദ്യാഭ്യാസം നിർത്തി എന്നതിൻ്റെ അർത്ഥം തൻ്റെ അഭിനയ മേഖലയിൽ വൻ വിജയം നേടാം എന്നുള്ള അദ്ദേഹത്തിൻ്റെ ആത്മവിശ്വാസം കൂടിയാണ്. 2019 തണ്ണീർമത്തൻ ദിനങ്ങൾ എന്ന സിനിമയിൽ അതിൽ നായകൻ്റെ സുഹൃത്തായിട്ടുള്ള വേഷത്തോടു കൂടിയാണ് ഇദ്ദേഹത്തിൻ്റെ സിനിമയിലേക്കുള്ള പ്രവേശം. പക്ഷേ നായകൻ പ്രണയത്തിൻ്റെ പിറകെ പോയപ്പോൾ സൗഹൃദത്തിന് പ്രാധാന്യം നൽകിയ മാത്യു മെൽവിൻ എന്ന കഥാപാത്രത്തിന് നല്ല ഒരു അസ്തിത്വമുണ്ടായിരുന്നു. ഞാൻ ഇദ്ദേഹത്തെ താരതമ്യം ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത് പഴയകാല നടന്മാരായിട്ടുള്ള മാമുക്കോയ, പപ്പു തുടങ്ങിയ ലെജൻസിനോടാണ്. ഇത് പറയുമ്പോൾ കുറേ പേർക്ക് എന്നോട് ദേഷ്യം തോന്നുക ഒക്കെ ചെയ്യുന്നത് സ്വാഭാവികം. പലരും ഇദ്ദേഹത്തിനെ ന്യൂജൻ, ദിലീപ് എന്നൊക്കെയാണ് വിശേഷിപ്പിക്കുന്നത്. പക്ഷേ നസ്ലൻ ഒരിക്കലും ദിലീപ് ചെയ്യും പോലെയുള്ള വേഴ്സറ്റൈൽ കഥാപാത്രങ്ങൾക്ക് പിറകെ പോയിട്ടില്ല. എല്ലാ സിനിമകളിലും ഒരേ ശൈലിയാണ് ഇദ്ദേഹം പിന്തുടരുന്നത്. മാമുക്കോയ അല്ലെങ്കിൽ പപ്പു ഇവരൊക്കെ കോഴിക്കോടൻ ഭാഷ ഉപയോഗിച്ചതുപോലെ തന്നെ കൊച്ചിയായാലും കോഴിക്കോടായാലും ബാംഗ്ലൂരായാലും നസ്ലനും തൻ്റെ തൃശ്ശൂർ കൊടുങ്ങല്ലൂർ ഭാഷാ ശൈലിയാണ് എല്ലാ സിനിമകളിലും ഉപയോഗിക്കാറുള്ളത്. എന്നിട്ടും നമുക്ക് അദ്ദേഹത്തിനെ മടുക്കുന്നില്ല. ഒരു എറണാകുളംകാരനാണെങ്കിലും അവിടുത്തെ ഭാഷാശൈലി ഒരിക്കലും ദിലീപ് ഒരു സിനിമകളിലും ഉപയോഗിച്ചിട്ടില്ല. അദ്ദേഹം അച്ചടി ഭാഷയാണ് ഉപയോഗിക്കാറുള്ളത്. ഇനി പലരും പറയുക, മാമുക്കോയ ഒരു സ്വഭാവ നടനും ഹാസ്യ നടനും ഒക്കെ അല്ലേ, നായക നടൻ അല്ലല്ലോ എന്ന്. അതിനുള്ള ഉത്തരം നസ്ലൻ ചെയ്ത കഥാപാത്രങ്ങളാണ്. ഒരു നായക നടൻ ആയി ഒരു സിനിമയിൽ വന്നാലും അദ്ദേഹം ചെയ്ത ഒരു സിനിമയിലും അത്തരം ഒരു ഡോമിനൻ്റ് ആയിട്ടുള്ള നായക കഥാപാത്രത്തിനെ നമുക്ക് കാണാൻ വേണ്ടി പറ്റില്ല. എന്തിന്, അവസാനം ഇറങ്ങിയിട്ടുള്ള ലോകയിൽ പോലും നായികയുടെ ഒരു സഹായിയെപ്പോലെ മാത്രമായിട്ടാണ് നമുക്ക് അദ്ദേഹത്തിനെ തോന്നുന്നത്. പ്രേമലുവിൽ നായകനാണെങ്കിലും പലപ്പോഴും സംഗീതാണ് അദ്ദേഹത്തിൻ്റെ കൂടുതൽ ഡോമിനൻസ് ചെയ്യുന്ന ഒരു കഥാപാത്രമായിട്ട് നമ്മൾക്ക് തോന്നുന്നത്. അപ്പോൾ നസ്ലൻ തനിക്കായിട്ട് ഒരു സേഫ് സോൺ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. അത് വിട്ടിട്ട് അദ്ദേഹം ഒരിക്കലും ഷെയ്ൻ നിഗത്തെ പോലെയോ പ്രണവിനെ പോലെയോ ഒന്നും ഒരു പവർഫുൾ നായകൻ വേഷത്തിലേക്ക് ഒരിക്കലും മാറിയതായിട്ട് നമ്മൾക്ക് കാണാൻ വേണ്ടി പറ്റിയിട്ടില്ല. സ്വാഭാവികതയും ഒറിജിനാലിറ്റിയും തന്നെയാണ് നസ്ലൻ്റെ പ്ലസ് പോയിന്റ് എന്ന് പറയുന്നത്. എല്ലാം പഴയത് മാത്രമാണ് നല്ലത് എന്ന് പറയുന്ന ഒരു വാശി പിടിക്കലിനോട് എനിക്ക് തീരെ യോജിപ്പില്ല. അത്തരമൊന്ന് ഇനി ആവർത്തിക്കില്ല എന്ന് പറയുന്നത് ഒരിക്കലും ശരിയാവാൻ സാധ്യതയുമില്ല. അപ്പോൾ കാലാകാലങ്ങളായിട്ട് മികച്ച നടന്മാർ സിനിമകളിൽ വന്നുകൊണ്ടേയിരിക്കും. അതിനൊരു മികച്ച ഉദാഹരണം തന്നെയാണ് നസ്ലൻ. അയാളുടെ നാച്ചുറൽ തമാശകൾ ഇനിയും നമ്മളെ ചിരിപ്പിച്ചുകൊണ്ടേയിരിക്കും. അദ്ദേഹം ഇതുവരെ ചെയ്തതിൽ ഒറ്റയ്ക്ക് നിന്ന് പോരാടി റിവെഞ്ച് എടുത്ത് വിജയിച്ചു എന്ന് തോന്നുന്ന ഒരു കഥാപാത്രം എന്ന് പറയുന്നത് അയാം കാതലിലെ വിഷ്ണു എന്ന് പറയുന്ന ഒരു കഥാപാത്രമാണ്. ബാക്കി എല്ലായിടത്തിലും പലരുടെയും സഹായം കൊണ്ടൊക്കെ എന്തൊക്കെയോ നേടുന്ന ഒരു നായകൻ കഥാപാത്രമായിട്ട് മാത്രമാണ് അദ്ദേഹത്തിന് നമുക്ക് കാണാൻ വേണ്ടി പറ്റുക. ഇനി തീരെ തമാശ ഇല്ലാത്ത വളരെ സീരിയസ് ആയിട്ട് അദ്ദേഹം ചെയ്തിട്ടുള്ള കുരുതിയിലെ റസൂൽ എന്ന് പറയുന്ന കഥാപാത്രം അദ്ദേഹത്തിൻ്റെ കരിയറിലെ ഏറ്റവും മികച്ച നല്ലൊരു കഥാപാത്രമായിട്ട് പോലും ഒരിക്കലും പറയാൻ പറ്റില്ല. ആ സിനിമയിൽ കുറച്ചുകൂടി മികച്ചു നിന്നിട്ടുള്ളത് സാഗർ സൂര്യയുടെ കഥാപാത്രമായിട്ടാണ് എനിക്ക് തോന്നിയിട്ടുള്ളത്. ഇതിനെല്ലാം അർത്ഥം നസ്ലൻ ഭാവിയിൽ തമാശയെല്ലാം വിട്ടിട്ട് ഒരു സൂപ്പർ സ്റ്റാർ ആയി ഒരിക്കലും മാറില്ല എന്നൊന്നുമല്ല. ഇതുവരെയുള്ള അദ്ദേഹത്തിൻ്റെ കരിയർ മാത്രം വെച്ചിട്ടുള്ള ഒരു വിലയിരുത്തൽ മാത്രമാണിത്. ഇനി ഈ പറഞ്ഞ കാര്യങ്ങളെ പറ്റിയിട്ടും നസ്ലൻ്റെ ഏറ്റവും മികച്ച കഥാപാത്രം ഏതാണെന്നുള്ളതും ഒന്ന് കമൻറ്റ് ചെയ്യൂ.